നമസ്കാരം. അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള 4 പേർ ഗുജറാത്തിൽ അറസ്റ്റിൽ. വ്യാജ നോട്ട് റാക്കറ്റുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലായ 4 സംഘം അൽ ഖ്വയ്ദയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതായി കണ്ടെത്തിയതോടെയാണ് പിടിവീണത്. ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഇവരെ അകത്താക്കിയത്. 4 പേരിൽ ഒരാളെ മറ്റൊരു സംസ്ഥാനത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് ഫെയ്ഖ്, ഫർദീൻ ഷെയ്ഖ്, സൈഫുള്ള ഖുറൈഷി, സീഷൻ അലി എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ അൽ ഖ്വയ്ദയുടെ തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും വിവിധ തരത്തിലുള്ള ആപ്പുകളും ഉപയോഗിച്ചിരുന്നു. പരസ്പരമുള്ള ആശയവിനിമയം പുറത്തു പോകാതിരിക്കാൻ ഓട്ടോ ഡിലീറ്റ് ആപ്പുകളും ഇവർ ഉപയോഗിച്ചിരുന്നു. 4 പേരെയും ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികൾക്ക് അൽ ഖ്വയ്ദയുമായി ദീർഘനാളത്തെ ബന്ധമുണ്ടെന്ന് ഗുജറാത്ത് ATS ഓഫീസർമാർ അറിയിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇവർ അൽ ഖ്വയ്ദയുമായി ബന്ധപ്പെടുന്നത്. ഗുജറാത്തിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചുള്ള വിവരം പുറത്തു വന്നതോടെയാണ് 4 പേരും ATS റഡാറിലായത്. ഇവരുടെ ചാറ്റുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും വിശകലനം ചെയ്തു വരികയാണ്. ഫർദീൻ ഷെയ്ഖ് അഹമ്മദാബാദ് സ്വദേശിയും, മുഹമ്മദ് ഫെയ്ഖ് ഡൽഹി സ്വദേശിയും, സീഷൻ അലി നോയിഡക്കാരനും, സൈഫുള്ള ഖുറൈഷി ഗുജറാത്തിലെ മൊഡാസ സ്വദേശിയുമാണ്. തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനൊപ്പം റിക്രൂട്ട്മെന്റിനും ഇവർ ശ്രമിച്ചിരുന്നു. ജൂൺ 10 അൽ ഖ്വയ്ദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന 5 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളെക്കുറിച്ച് ഡെപ്യൂട്ടി SP ഹർഷ ഉപാധ്യായയ്ക്ക് രഹസ്യ വിവരം കിട്ടിയതോടെയാണ് ഓപ്പറേഷൻ ആരംഭിച്ചത്. ഇന്ത്യക്കും ജനാധിപത്യത്തിനുമെതിരെ മത അടിസ്ഥാനത്തിൽ ഇവർ ഉള്ളടക്കം പങ്കുവച്ചിരുന്നു. ഫർദീൻ ഷെയ്ഖിന്റെ പക്കൽ നിന്ന് ഒരു വാളും അൽ ഖ്വയ്ദയുമായി ബന്ധപ്പെട്ട പ്രചാരണ രേഖകളും കണ്ടെത്തി. കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള രേഖകളും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ഉള്ളടക്കം പാക് അനുകൂലവും ഇന്ത്യ വിരുദ്ധവുമായിരുന്നു. വിവിധ ഇൻസ്റ്റാ ഗ്രൂപ്പുകൾ വഴി ജിഹാദി ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ഇന്ത്യയിലെ ജനാധിപത്യ നിയമത്തിന് പകരം ശരിയത്ത് നിയമം നടപ്പാക്കണമെന്ന് പ്രചരിപ്പിക്കുകയും ഇയാൾ ചെയ്തിരുന്നു. മുഹമ്മദ് ഫെയ്ഖ് ആകട്ടെ ജിഹാദി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന അനവധി പാക് ഇൻസ്റ്റാ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടിരുന്നു. UAPA ഭാരതീയ ന്യായ സംഹിത വകുപ്പുകൾ പ്രകാരമാണ് FIR. ഫർദീനെയും സൈഫുള്ളയും കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മുഹമ്മദ് ഫെയ്ഖിനെയും സീഷൻ അലിയും വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും. ഒസാമ ബിൻ ലാദന്റെ ഗുരു ഷെയ്ഖ് അബ്ദുള്ള അസമാണ് മക്തബ് അൽ ബിദാം എന്ന സംഘടനയിൽ നിന്ന് അൽ ഖ്വയ്ദയെ വളർത്തിയത്. അഫ്ഗാനിസ്ഥാനിലെ ഭീകരരെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംഘടനയാണ് തുടങ്ങിയത്. പിന്നീട് അൽ ഖ്വയ്ദയും അനുബന്ധ സംഘടനകളും ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി. സ്ഥാപിച്ച വർഷം മുതൽ 1991 വരെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലെ പെഷവാറിലുമായിരുന്നു പ്രവർത്തനം. 1996 മുതൽ 2001 വരെ താലിബാന്റെ സംരക്ഷണത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ബിൻ ലാദനും ഭീകര കൂട്ടാളികളുമാണ് അൽ ഖ്വയ്ദ ഓപ്പറേറ്റ് ചെയ്തത്.